ഹായ് സുഹൃത്തുക്കളെ, നമുക്കിന്ന് ജയ്പൂരിലെ അംബർ പാലസ് കാണാൻ പോകാം. ജയ്പൂരിൽ നിന്ന് 11 കിലോമീറ്റർ അകലെയുള്ള വലിയ ആരവല്ലി മലനിരകൾക്ക് മുകളിലുള്ള ആ കാണുന്ന കുന്നിൻ മുകളിലാണ് അംബർ പാലസ്. മല കയറാൻ ശേഷിയുള്ള ജീപ്പിലാണ് ഞങ്ങളുടെ യാത്ര. രാജസ്ഥാനിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് അംബർ പാലസ്. കുന്നിൻ മുകളിലെ കൊട്ടാരത്തിൻ്റെ വിശാലമായ മുറ്റമാണ് ഈ കാണുന്നത്. ഇവിടെയാണ് പൊതുജനങ്ങൾക്ക് രാജാവിനെ കാണാനും സങ്കടങ്ങൾ ഉണർത്തിക്കാനുമുള്ള സ്ഥലം. ഇവിടെ നിന്ന് മുകളിലേക്ക് കയറിപ്പോയാൽ കൊട്ടാരത്തിൻ്റെ അടുത്ത ഘട്ടം കാണാം. അവിടെ രാജകുടുംബത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട അതിഥികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. രാജാവ് തൻ്റെ രാജ്ഞികളുമായി സുഖിച്ചു വാണിരുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെ കാണാം. ഇറ്റാലിയൻ മാർബിളും ഗ്ലാസും ഉപയോഗിച്ച് തയ്യാറാക്കിയ ഹാളുകളും വിശ്രമ മുറികളും പ്രാർത്ഥനാലയങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. മുഗൾ ചക്രവർത്തിയായ അക്ബറിൻ്റെ വിശ്വസ്തനായിരുന്ന രാജാ മാൻസിംഗ് ഒന്നാമൻ 1592 അംബർ പാലസ് പണിതത്. ജയ്പൂർ ഭരിച്ചിരുന്ന കച്ച്വാഹ രജപുത്രരുടെ ആസ്ഥാനമായിരുന്നു അംബർ പാലസ്. 1.25 നൂറ്റാണ്ട് കാലം കഴിഞ്ഞപ്പോൾ കുന്നിൻ മുകളിൽ കുടിവെള്ളക്ഷാമം നേരിട്ടപ്പോൾ ജയ്പൂരിൽ പുതിയ കൊട്ടാരം പണിത് ഭരണസിരാ കേന്ദ്രം ജയ്പൂരിലേക്ക് മാറ്റി. എങ്കിലും രാജകുടുംബങ്ങൾക്ക് ആഘോഷനാളുകളിൽ ഒത്തുചേരാനും മറ്റുമായുള്ള ഇടക്കാല വസതിയായി അംബർ പാലസ് തുടർന്നും ഉപയോഗിച്ചിരുന്നു. ആരവല്ലി മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാറ്റിൻ്റെ കുളിർമ ഏറ്റുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കാനുള്ള മനോഹരമായ ബാൽക്കണികളാണ് ഇവിടുത്തെ ഏറ്റവും സുന്ദരമായ കാഴ്ച. പുറത്തേക്ക് നോക്കിയാൽ അതിസുന്ദരമായ ജലാശയവും പൂന്തോട്ടവും കാണാം. അങ്ങ് ദൂരേക്ക് നോക്കിയാൽ ജനനിബിഡമായ നഗരത്തിൻ്റെ കാഴ്ചയും കാണാം. കൊട്ടാരത്തിൻ്റെ ചില ഭാഗങ്ങൾ ഹിന്ദു വാസ്തുവിദ്യാ ശൈലിയിലും മറ്റു ചില ഭാഗങ്ങൾ മുഗൾ ശൈലിയിലുമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഓരോ രാജപത്നിമാർക്കും താമസിക്കാൻ കൊട്ടാരത്തിൻ്റെ ഓരോ ഭാഗത്തും പ്രത്യേകം അന്തഃപുരങ്ങൾ, ഓരോന്നിലേക്കും പ്രവേശിക്കാൻ ദുരൂഹമായ രീതിയിലുള്ള ഇടനാഴികളുമുണ്ട്. കാവൽ ഭടന്മാർക്ക് നിൽക്കാൻ കോട്ടയുടെ ഏറ്റവും മുകളിലായി പണിത കൂടാരങ്ങൾ, വെള്ളം ചൂടാക്കാൻ സംവിധാനമുള്ള കുളിമുറികളും കക്കൂസുകളും. That side and that side. So each side 3 apartments. So 12 apartments for 12 queens here, and it was the common meeting all 4 queens. Its name is Baradari. Baradari means sitting arrangement. You can see 3 gates this side, 3 gates this side, that side and that side. Entrance and exit for royal ladies. And when king was here, king used to sit here, and 12 queens allowed here in the front of the king. They listen the music, the playing chess in the front of the king here. And when king was not here, because he was commanding chief in Mughal army, when he was not here, queens not allowed to go each other's way, not allowed to come here, because king thought they would fight among themselves. So they allowed here in the front of the king. 1727 മഹാരാജാവായിരുന്ന സവായ് ജയ്സിംഗ് രണ്ടാമനാണ് ഈ കൊട്ടാരം വിട്ട് ഭരണ തലസ്ഥാനം ജയ്പൂരിലേക്ക് മാറ്റിയത്. കുടിവെള്ള ദൗർലഭ്യം മാത്രമായിരുന്നില്ല കാരണം. വാണിജ്യപരമായ നാടിൻ്റെ വികസനവും പ്രധാന ലക്ഷ്യമായിരുന്നു. വാസ്തുശാസ്ത്രത്തിലും പ്രപഞ്ചശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും തൽപരനായിരുന്ന ജയ്സിംഗ് രണ്ടാമൻ തൻ്റെ സങ്കല്പത്തിനിണങ്ങുന്ന പുതിയ കൊട്ടാരം ജയ്പൂരിൽ പണിയുകയായിരുന്നു. തലസ്ഥാനം ജയ്പൂരിലേക്ക് മാറ്റിയതിനു ശേഷം ആചാരപരമായ ആവശ്യങ്ങൾക്കും രാജകീയ ചടങ്ങുകൾക്കും മാത്രമായി അംബർ പാലസ് ഉപയോഗിക്കാൻ തുടങ്ങി. കാലക്രമേണ ജയ്പൂർ ഭരണപരവും രാഷ്ട്രീയവുമായ കേന്ദ്രമായി തീർന്നതോടെ അംബർ പാലസിൻ്റെ ഗരിമ മങ്ങിത്തുടങ്ങി. എങ്കിലും രജപുത്ര പ്രതാപത്തിൻ്റെ പ്രതീകമായി ഇന്നും അത് തല ഉയർത്തി നിൽക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അംബർ പാലസ്. 2013 യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായ വാസ്തുവിദ്യ, സമ്പന്നമായ ചരിത്രം, രാജസ്ഥാൻ്റെ മഹത്തായ പൈതൃകവുമായുള്ള ബന്ധം എന്നിവയാൽ ഇത് സന്ദർശകരെ ആകർഷിക്കുന്നു.